ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വഴനയില കൊണ്ടുള്ള കുമ്പളപ്പമാണ്. കണ്ടോ, നല്ല അടിപൊളി കുമ്പളപ്പമാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നേന്ത്രപ്പഴവും ചേർത്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അപൂർവമായിട്ട് ആൾക്കാരുണ്ടാക്കാറുള്ളൂ. എന്നാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ കുമ്പളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? നമുക്ക് പോവാം വീഡിയോയിലേക്ക്. നമുക്കിന്ന് കുറച്ച് വയനയില കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചെറിയ മരമാണ്. വലിയ മരമൊന്നും പറയാറായിട്ടില്ല, ചെറിയ തൈയാണ്. എന്നാലും അത്യാവശ്യം ഇലയുണ്ട് ഇതിനകത്ത്. കണ്ടോ, നല്ല പൊക്കമുണ്ട്. കണ്ടോ, നല്ല വലിയ ഇലയുണ്ട്. കണ്ടോ, ഇടയ്ക്കൊക്കെ നല്ല വലിയ ഇലയാണ്. ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വയനയില കട്ട് ചെയ്ത് കൊണ്ടുവന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സൈസുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഈർക്കലി എടുത്തിട്ടുണ്ട്, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളതല്ല, അതിൻ്റെ തണ്ട് കുത്തി വയ്ക്കണമെങ്കിൽ തണ്ട് തന്നെ നമ്മൾ കുത്തി വെച്ചാലും മതി. ഈർക്കലി പെട്ടെന്ന് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ ഈർക്കലി കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല ഈർക്കലിയാണത്. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉരുക്കിയെടുക്കാം. നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ്. കുമ്പളപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം നമുക്കൊന്ന് പൊളിച്ചരിഞ്ഞെടുക്കാം. ഏലക്കായ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നേന്ത്രപ്പഴം നമ്മളിത് പൊളിച്ചരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇലയൊന്ന് കുമ്പിളുത്തിയെടുക്കാം. ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം കുത്തിയെടുക്കാം. നമ്മൾ കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച ഏലക്കായാണിത്, ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വന്ന പഴം ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി നമുക്ക് ബാക്കി ഇരിപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ അങ്ങോട്ട് കട്ടിയായി പോകേണ്ട, ഒരു ചെറിയ ലൂസിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ മതി. കുറച്ച് വലിയ ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഒന്ന് പരത്തി ചുരുട്ടിയെടുക്കാം. നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഭാഗം വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ എടുക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചൊന്ന് പരത്താം. നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. നമുക്ക് ചുരുട്ടിയെടുക്കാം. ഉണ്ടോ, നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഈർക്കലുകൊണ്ട് കുത്തി കൊടുക്കാം. ഈ ഈർക്കലുകൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. എടുത്താൽ മതി കേട്ടോ. നമുക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾ കുമ്പിൾ കുത്തി വെച്ചിട്ട് അതിനകത്ത് നിറച്ച് കൊടുക്കാം. ഈ ലെവലിൽ നമുക്ക് നിറച്ചാൽ മതി. വേണമെങ്കിൽ ഇതിങ്ങനെ എടുത്തുകൊണ്ട് കുത്തി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നിറച്ചാൽ മതി. നമ്മളൊരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഓരോന്നും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിതേ പരത്തി ഉരുട്ടി എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം.
എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 10-20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. പഴനെ അപ്പം വെന്തോന്ന് നോക്കാം നമുക്ക്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം ചൂടാറാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ മണമെന്നറിയോ, നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമ്മുടെ വീട് നിറച്ച് ഇതിൻ്റെ മണമാണ്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മൾ റോൾ ചെയ്ത് എടുത്തില്ലേ, അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത്, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.